നമ്മൾ ഈ ഹൈപ്പർ പാരാമീറ്ററിൽ ഇനി പഠിക്കാൻ പോകുന്നതാണ് ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് ഡാറ്റ സെഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസ് മാത്രം സെഗ്രിഗേറ്റ് ചെയ്യും. അതായത് നമ്മുടെ ഇതാണ് അൺവാണ്ടഡ് ഡാറ്റയിൽ സ്റ്റക്ക് ആവാതെ യൂസ്ഫുൾ ഡാറ്റയിൽ മാത്രം സെഗ്രിഗേറ്റ് ചെയ്യുന്നതാണ്. അപ്പോഴാണ് നമുക്ക് ആക്ടിവേഷൻ ഫംഗ്ഷൻ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരും. ഹൈപ്പർ പാരാമീറ്റർ ഈ ആക്ടിവേഷൻ ഫംഗ്ഷനിൽ നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക് മോഡൽ ഒഴിവാക്കി. അപ്പോൾ ന്യൂറൽ നെറ്റ്വർക്കിൽ ഡിഫറൻറ്റ് ഓപ്റ്റിമൈസേഷൻ അൽഗോരിതം നമ്മൾ യൂസ് ചെയ്യും. അതിൽ സാധാരണയുള്ള അൽഗോരിതം ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാനില, മൊമെൻ്റം, ഗ്രേഡിയൻ ഡിസെൻറ്റ്, അഡഗ്രാൻഡ്, ആർഎം, എംഎസ്, പ്രോപ്പ്, പിന്നെ ആഡം എന്നൊക്കെ പറഞ്ഞ അൽഗോരിതംസൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ന്യൂറൽ നെറ്റ്വർക്ക് ആർക്കിടെക്ചറിൽ നമ്മൾ കവർ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ലെയേഴ്സ് വേണമെന്നുള്ളത്, പിന്നെ എത്ര നമ്പർ ഓഫ് ന്യൂറോൺസ് വേണമെന്നുള്ളത്, അതായത് ഹൈപ്പർ പാരാമീറ്റേഴ്സ് എത്ര നമ്പർ ഓഫ് ന്യൂറോൺസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നെറ്റ്വർക്ക് ആർക്കിടെക്ചറിൽ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ ആക്ടിവേഷൻ ഫംഗ്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന മോഡലുകളൊക്കെയാണ് ടാനച്ച്, റെലു എന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്ടിഫൈഡ് ലീനിയർ യൂണിറ്റ്, പിന്നെ ലീക്കി, റെലു എന്നിവയൊക്കെ. ഇതൊക്കെയാണ് ആക്ടിവേഷൻ ഫംഗ്ഷനിൽ സാധാരണയായിട്ട് ന്യൂറൽ നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ പല സ്ട്രാറ്റജീസിൽ പറയുന്ന കാര്യങ്ങളാണ് ഈ ഓപ്റ്റിമൈസേഷൻ ടെക്നിക്സ്, അത് ഈ ട്രെയിനിങ് സമയത്ത് ഉപയോഗിക്കുന്നതും അതേപോലെ തന്നെ അത് മറ്റ് ഹൈപ്പർ പാരാമീറ്റേഴ്സുകളും. അതിൽ നമുക്ക് ബാച്ച് സൈസ് ഇൻക്ലൂഡ് ചെയ്യാം. ബാച്ച് സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ട്രെയിനിങ് സാമ്പിൾസ് അപ്ഡേറ്റ് ചെയ്യാൻ ന്യൂറൽ വെയ്റ്റ്സിൽ ഓരോ സ്റ്റെപ്പിലും നമ്പർ ഓഫ് ട്രെയിനിങ് സാമ്പിൾസ് സെറ്റ് ചെയ്യുക. പിന്നെ റെഗുലൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓവർ ഫിറ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യുക. ഉദാഹരണത്തിൽ L2 റെഗുലൈസേഷൻ ആണ് ഉദാഹരണം. പിന്നെ ലേണിംഗ് റേറ്റ് സ്കെഡ്യൂൾ ചെയ്യാം. ഇതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലേണിംഗ് റേറ്റ് നമ്മൾ ഈ ട്രെയിനിങ് ടൈമിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനാണ് ലേണിംഗ് റേറ്റ് സ്കെഡ്യൂൾ എന്ന് പറയുന്നത്. പിന്നെ ഇനീഷ്യലൈസേഷൻ മെത്തേഡ് ഇത് റെഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്സിലെ വെയ്റ്റ്സ് എങ്ങനെയാണ് ഈ ട്രെയിനിങ്ങിൽ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഇനീഷ്യലൈസേഷൻ മെത്തേഡ് നമുക്ക് പഠിക്കുമ്പോൾ നമുക്കതിൽ കവർ ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നെ ഡ്രോപ്പ് ഔട്ട് ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് റാൻഡമായിട്ടുള്ള സബ്സെറ്റുകൾ, ന്യൂറോണിൻ്റെ സബ്സെറ്റുകൾ നെറ്റ്വർക്ക് ട്രെയിനിങ് സമയത്ത് നെറ്റ്വർക്കിൽ നിന്ന് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നതിനാണ് ഡ്രോപ്പ് ഔട്ട് പറയുന്നത്. പിന്നെ പാച്ച് നോർമലൈസേഷൻ ടെക്നിക്ക് ഇത് സഹായിക്കുന്നത് ട്രെയിനിങ് സ്പീഡും സ്റ്റെബിലിറ്റിയും, അതിൽ ന്യൂറൽ നെറ്റ്വർക്കിലെ ട്രെയിനിങ് സ്പീഡ് സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനാണ് ഈ പാച്ച് നോർമലൈസേഷൻ ടെക്നിക്സ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഈ സ്ലൈഡിൽ പറയുന്നത്. ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്ലൈഡിൽ നമ്മൾ ഈ ലോൺ ലീനിയർ ആക്ടിവേഷൻ ഫംഗ്ഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂറൽ നെറ്റ്വർക്സിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ റിയൽ വേൾഡ് സിറ്റുവേഷനിൽ നമുക്ക് ലീനിയർ ആക്ടിവേഷൻ ഫംഗ്ഷൻ വളരെ ലിമിറ്റഡ് ആയിരിക്കും. അതായത് നമ്മളൊരു ലീനിയർ റിലേഷൻഷിപ്പ് മോഡലിംഗ് ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ടിനിടയിൽ ചെയ്യുമ്പോൾ അത് വളരെ ലിമിറ്റഡ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ റിയൽ വേൾഡിലാണെങ്കിൽ വളരെ കോംപ്ലക്സ് ആയിട്ട് ലോൺ റിലേഷൻഷിപ്പാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ നോൺ ലീനിയർ ആക്ടിവേഷൻ ഫംഗ്ഷൻ ഈ ന്യൂറൽ നെറ്റ്വർക്കിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പാറ്റേണും നോൺ ലീനിയറിറ്റി നെറ്റ്വർക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് നമുക്ക് ഈ സ്ലൈഡിൽ എന്താ പറയുക, ന്യൂറൽ നെറ്റ്വർക്സിൽ കൂടുതൽ ലെയേഴ്സും ന്യൂറോൺസും ഉണ്ടെങ്കിൽ അത് വളരെ ബെറ്ററായിട്ട് ഈ കോംപ്ലക്സ് ഫംഗ്ഷനുകൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഇതിൽ ഈ സ്ലൈഡിൽ നമ്മൾ ആക്ടിവേഷൻ ഫംഗ്ഷൻസ് പറയുന്നുണ്ട്. നമുക്ക് നോൺ ലീനിയർ ആക്ടിവേഷൻ തന്നെ നമുക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള നോൺ ലീനിയർ ഡാറ്റ റെപ്രസെൻറ്റേഷൻ, അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ NNS ജസ്റ്റ് ലീനിയർ ഫംഗ്ഷൻ ആയിട്ട് മാറും. അതായത് ഉദാഹരണം W1 W2 x=2 WX വളരെ സിമ്പിളായിട്ടുള്ളത് ലീനിയർ ഫംഗ്ഷൻ. അതായത് NNS ആണെങ്കിലും അപ്പോൾ ഇതിൽ ആദ്യം നമ്പർ ഓഫ് ലെയേഴ്സ് ന്യൂറോൺസ് വരും. അപ്പോൾ അത് നമുക്കൊരു കോംപ്ലക്സ് ഫംഗ്ഷനാണ് അപ്രോക്സിമേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതിൽ 3 ഫിഗേഴ്സ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫിഗറിൽ ഒരു 3 ഹിഡൻ ന്യൂറോൺസ് ഉണ്ട്, അതുപോലെ രണ്ടാമത്തേൽ 6 ഹിഡൻ ന്യൂറോൺസ് ഉണ്ട്, മൂന്നാമത്തേൽ 20 ഹിഡൻ ന്യൂറോൺസ് ഉണ്ട്. ഇതൊക്കെ ഇതിൻ്റെ കോംപ്ലക്സിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. ഈ സെക്ഷനിലെ ആക്ടിവേഷൻ ഫംഗ്ഷനാണ്, പലതരത്തിലുള്ള ആക്ടിവേഷൻ ഫംഗ്ഷനാണ്. അതാണ് നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക്, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിൽ മാത്തമാറ്റിക്കൽ ഫംഗ്ഷനായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ 3 ടൈപ്പ് ആക്ടിവേഷൻ ഫംഗ്ഷൻസ് ഇതിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതിൽ ലോജിസ്റ്റിക് സിഗ്മോയിഡും ടാനച്ചും റിലുവാണ് ഉള്ളത്. ഈ ലോജിസ്റ്റിക് സിഗ്മോയിഡ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഈ ഫംഗ്ഷൻ റിയൽ നമ്പർ ഇൻപുട്ട് ആയിട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 1 ഇടയിലായിരിക്കും. ഇത് S ഷേപ്പ് കർവിലാണ് ഇപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ടാനച്ച് എന്ന് പറയുന്നത് ഹൈപ്പർബോളിക് ടാൻജൻ ഫംഗ്ഷൻ എന്നാണ് ഫുൾ ഫോം. ഇത് ഇൻപുട്ട് റിയൽ നമ്പർ ഇൻപുട്ട് ആയിട്ട് ഔട്ട്പുട്ട് വാല്യൂ -1 1 ഇടയിലായിരിക്കും. ഇതിൻ്റെ ഒരു ബെൽ കർവ്ഡ് ഷേപ്പാണ് ഉള്ളത്. പിന്നെ റിലു റെക്ടിഫൈഡ് ലീനിയർ യൂണിറ്റ്. ഈ ഫംഗ്ഷൻ ഔട്ട്പുട്ടും ഇൻപുട്ട് നമുക്കിപ്പോൾ ഇൻപുട്ട് കിട്ടി കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് അത് ഔട്ട്പുട്ട് ആക്കും. ഇപ്പോൾ അത് പോസിറ്റീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ അത് 0 ആയിട്ട് കൺസിഡർ ചെയ്യും. ഈ മെട്രിക്സ് ഓപ്പറേഷനിൽ നമ്മൾ മൾട്ടി ഡയമെൻഷൻ ഇൻപുട്ട് കഴിഞ്ഞാൽ ഔട്ട്പുട്ടും എങ്ങനെയാണെന്നുള്ള ചെറിയൊരു കോംപ്ലക്സ് നെറ്റ്വർക്ക് ആണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ 1 - 1 പറയുന്നത് നമുക്ക് ഇൻപുട്ടാണ്. പിന്നെ ആരോ എന്ന് പറയുന്നത് വെയ്റ്റ്സ് ആണ്. അപ്പോൾ 1ൻ്റെ വെയ്റ്റ്സ് ആണ് 1 2 എന്നുള്ളത്. അല്ല 1 - 1 പറയുന്നത് -1ൻ്റെ വെയ്റ്റ്സ് ആണ് 2 എന്നൊക്കെ പറയുന്നത്. ഇത് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫസ്റ്റ് ലെയറിലേക്ക് വരുന്നത്. ഫസ്റ്റ് ലെയറിലാണ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ
ഇതിൻ്റെ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബ്ല്യു എക്സ് പ്ലസ് ബി സിക്കൽ ടു എന്നാണ്. ഇതാണ് മാട്രിക്സ് ഓപ്പറേഷൻ. ഈ മൾട്ടി ലെയർ എൻ എൻ മാട്രിക്സ് കാൽക്കുലേഷൻ, അതായത് മാട്രിക് ഓപ്പറേഷൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഇതിൽ കാണിക്കുന്നത്. നമ്മൾ ന്യൂറൽ നെറ്റ്വർക്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ന്യൂറൽ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ്റെ സ്ട്രക്ചറിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഈ സ്ലൈഡിൽ നമ്മൾ കാണിക്കുന്ന മാത്തമാറ്റിക്കൽ ഇക്വേഷനും പിന്നെ അത് കാൽക്കുലേഷനും ഈ ഒരു മൾട്ടി ലെയർ ന്യൂറൽ നെറ്റ്വർക്കിൽ ഫസ്റ്റ് ലെയറിൽ എങ്ങനെയാണ് കാണിക്കുന്നത്, അതിൻ്റെ ബ്രേക്ക് ഡൗൺ ഉണ്ട്. ഇപ്പോൾ ഡബ്ല്യു എന്ന് പറയുന്നത് വെയിറ്റ് മാട്രിക്സ് ആണ്, ഫസ്റ്റ് ലെയറിൻ്റെ വെയിറ്റ് മാട്രിക്സ്. ഈ എക്സ് എന്ന് പറയുന്നത് ഇൻപുട്ട് വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബി വൺ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ലെയറിൻ്റെ ബയസ് വെക്ടറാണ്. എ വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ലെയറിൻ്റെ ഔട്ട്പുട്ട് വെക്ടറാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ സിമ്പിൾ ക്യാരക്ടർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആക്ടിവേഷൻ ഫംഗ്ഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സിഗ്മ എന്ന് പറയുന്ന സ്പെഷ്യൽ ക്യാരക്ടർ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്താണ് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഫസ്റ്റ് ലെയറിൻ്റെ ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ വെയിറ്റ് മാട്രിക്സ് ഡബ്ല്യു വണ്ണിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇൻപുട്ട് വെക്ടർ എക്സ് ആയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ നമ്മുടെ ബി വൺ എന്ന് പറയുന്ന ബൈസ് വെക്ടർ ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആക്ടിവേഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നു, സിഗ്മ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ സെക്ഷനിൽ പ്രോപ്പർട്ടീസാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഫംഗ്ഷനുകളൊക്കെ നടക്കുമ്പോൾ ആക്ടിവേഷൻ ഫംഗ്ഷൻ നെറ്റ്വർക്കിൽ നടക്കുമ്പോൾ നമുക്ക് നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന എക്സ്പെക്റ്റഡ് പ്രോപ്പർട്ടീസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് നോൺ ലീനിയറിറ്റിയാണ്. അതായത് ആക്ടിവേഷൻ ഫംഗ്ഷന് തന്നെ വേണം നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള നോൺ ലീനിയർ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട്. അപ്പോൾ നോൺ ലീനിയറിറ്റി എന്നൊരു പ്രോപ്പർട്ടി. പിന്നെ കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ. ഈ പ്രോപ്പർട്ടി നമുക്ക് ഉറപ്പാക്കുന്നത് ഇപ്പോൾ ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഒരു സ്മൂത്ത് കർവ് ഉണ്ടോ എന്നുള്ളതാണ്. അത് നമുക്ക് ശരിക്കും ഹെൽപ്പ് ആവുന്നത് ഈ ഗ്രാഡിയൻ ഡീസൻ്റ് ഒപ്റ്റിമൈസേഷൻ അൽഗോരിതം. അത് യൂസ് ചെയ്യുന്നത് അത് ന്യൂറൽ നെറ്റ്വർക്സിനെ ട്രെയിൻ ചെയ്യാനാണ്. പിന്നെ നമുക്ക് മോണോട്ടോണിക് എന്ന് പറയും. മോണോട്ടോണിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ അത് എന്താ പറയുക, എപ്പോഴത് ഇൻക്രീസ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ എപ്പോഴത് ഡിക്രീസ് ചെയ്തിരിക്കും. ഈ പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോൾ ഈ ട്രെയിനിങ് സമയത്തുള്ള കൺവേർജൻസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ നോൺ വാനിഷിംഗ് ഗ്രേഡിയൻ്റ്. ഈ വാനിഷിംഗ് ഗ്രേഡിയൻ പ്രോബ്ലം ഒരു ഇഷ്യൂ ആണ്. അതായത് ഈ ഗ്രേഡിയൻസ് ഉണ്ടല്ലോ വളരെ ചെറുതും അത് ചില സമയത്ത് ബാക്ക്വേർഡ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഈ നെറ്റ്വർക്കിൽ ട്രെയിനിങ് സമയത്ത് ബാക്ക്വേർഡ് പ്രൊപ്പഗേറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഈ നെറ്റ്വർക്കിന് ഈ വാനിഷിംഗ് ഗ്രേഡിയൻ ന്യൂറൽ നെറ്റ്വർക്കിൽ വാനിഷിംഗ് ഗ്രേഡിയൻ എന്ന് പറയുന്നത് ആണ് നമ്മൾ ഈ സെക്ഷനിൽ നമ്മൾ നോക്കുന്നത്. അതായത് നമ്മൾ ന്യൂറൽ നെറ്റ്വർക്കുകളുടെ ട്രെയിനിങ് സമയത്ത് ഉണ്ടാകുന്ന ഒരു ഒബ്സ്റ്റക്കിളാണ് ഈ വാനിഷിംഗ് ഗ്രേഡിയൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ഈ ബാക്ക് പ്രൊപ്പഗേഷൻ സമയത്ത് നെറ്റ്വർക്ക് വാളുകളിലൂടെ പിന്നോട്ട് പ്രചരിക്കപ്പെടുന്നതിനാൽ ഗ്രേഡിയൻറ്റുകൾ വളരെ ചെറുതാക്കിയോ പൂർണ്ണമായി അപ്രത്യക്ഷം ചെയ്യുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ ഇത് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ന്യൂറൽ നെറ്റ്വർക്കുകളെ പരിശീലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധാരണ അൽഗോരിതമാണ് ബാക്ക് പ്രൊപ്പഗേഷൻ. നെറ്റ്വർക്കിലെ ഓരോ വെയിറ്റ്സുമായി ബന്ധപ്പെട്ടിട്ട് നോട്ട് സീറോ സെൻറ്റർ എന്ന കാര്യമാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ സ്ലൈഡിൻ്റെ ഈ ന്യൂക്ലിയസ് പോലെ ഉള്ളൊരു ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരുന്ന സെക്ഷൻ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ സ്ലൈഡിൻ്റെ താഴെ ഈ ബാക്ക് പ്രൊപ്പഗേഷൻ സമയത്ത് വെയിറ്റ് 1 വെയിറ്റ് 2 എന്നിവ ഈ ഗ്രേഡിയൻറ്റുകൾ കണക്കാക്കുന്നതിനുള്ളൊരു മാത്തമാറ്റിക്കൽ ഫോർമുലയാണ്. ഇനിയിപ്പോൾ ഈ ന്യൂറൽ നെറ്റ്വർക്കിൽ എന്താ പറയുക, വളരെ ഡെപ്തിലുള്ള ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ഈ വാനിഷിംഗ് ഗ്രേഡിയൻ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ബാക്ക് പ്രൊപ്പഗേഷൻ സമയത്ത് നെറ്റ്വർക്കിൻ്റെ പാളികളുടെ പിന്നിലോട്ട് പ്രചരിപ്പിക്കപ്പെടുന്നതിനാൽ ഗ്രേഡിയൻറ്റുകൾ വളരെ ചെറുതാകുകയും പൂർണ്ണമായും അപ്രത്യക്ഷം ചെയ്യുന്ന പ്രതിഭാസത്തെയാണ് നമുക്ക് നമ്മൾ ഇത് സൂചിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് സെക്കൻഡ് ലെയറിലെ വെയിറ്റ് ഗ്രേഡിയൻറ്റുകൾ കണക്കാക്കുന്നതാണ് പിന്നെ റൈറ്റ് സൈഡിൽ കാണിക്കുന്നത്. ഇപ്പോൾ ഈ ഗ്രേഡിയൻ്റെ മുകളിൽ ലെയറിൽ നിന്നുള്ള ആക്ടിവേഷനുകളെയും മുകളിലെ ലെയറിൽ നിന്നുള്ള ഗ്രേഡിയൻറ്റിൻ്റെയും ആശ്രയിച്ചാണ് ഇതിൻ്റെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ നടക്കുന്നത്. ഇപ്പോൾ മുകളിൽ നിന്നുള്ള ഗ്രേഡിയൻ വളരെ ചെറുതാണെങ്കിൽ ഈ വാനിഷാകുന്ന ഗ്രേഡിയൻ പ്രശ്നം കൂടുതൽ എന്താ പറയുക സങ്കീർണ്ണമാകും. ഇപ്പോൾ 0 നിന്ന് വളരെ അകലെയുള്ള വെയിറ്റ് ആണെങ്കിൽ പ്രശ്നത്തിന് കാരണമാവും. ഈ വെയിറ്റ്സ് ആക്ടിവേഷൻ ഫംഗ്ഷനുകൾ എന്താ പറയുക വളരെ ഈ പൂരിതമാക്കാൻ ഇടയാക്കും. ഇത് ഗ്രേഡിയൻറ്റുകളും വാനിഷ് ചെയ്യാൻ ഇടയാക്കും. അപ്പോൾ ഇതാണ് ഈ സെക്ഷനിൽ പഠിക്കുന്നത്.